ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്ദനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൽപ്പറ്റ MLA കൂടിയായ ടി സിദ്ദീഖ് അവർ, പ്രിയപ്പെട്ട APCC മെമ്പർ ശ്രീ NA കരീം ഖാൻ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ബ്ലോക്ക് കോൺഗ്രസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ഭാര്യയെ പരിചരിക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു ലീവിന് വേണ്ടി യാചിച്ചിട്ട് ആ ലീവ് പോലും അനുവദിക്കാതെ ഇവിടെ അജിത്ത് എന്ന് പറയുന്ന ഡെപ്യൂട്ടി കമാൻഡന്റ്, അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയല്ല, നിരവധി പരാതിയാണ്, അനവധി പരാതി ലഭിച്ചിട്ട് ആ പരാതിയിൽ അന്വേഷണം നടത്താതെ കോഴി മുട്ടക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ പിണറായി വിജയനും ഉദ്യോഗസ്ഥന്മാരും ആ പരാതിക്ക് മുകളിൽ അടയിരുന്നത് കൊണ്ടാണ് പാവപ്പെട്ട ഒരു പോലീസ് ഓഫീസർക്ക് ഇന്ന് പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ കുന്നിൻ മുകളിലെ പോലീസ് ക്യാമ്പിലേക്ക് ഇതുപോലെ ഒരു പ്രതിഷേധ മാർച്ചുമായി കടന്നു വരാനുണ്ടായ സാഹചര്യം ഇവിടെ വിശദീകരിക്കേണ്ടെന്ന കാര്യമില്ല. കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ട് ഒരു പോലീസ് ഓഫീസർക്ക് ഇന്നലെ രാത്രി ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുക. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ മുറകളെപ്പോലും തോൽപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസ് ക്യാമ്പ് ആത്മഹത്യ ചെയ്തു. കാലങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഐക്യജനാധിപത്യ മുന്നണി നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയമാണ്. കേരളത്തിലെ പോലീസുകാരെ മാനസിക സമ്മർദ്ദം കൊണ്ട് അവർക്ക് സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. കേരളത്തിലെ പോലീസ് സേനയിലെ ഏതാണ്ട് 100-നടുത്ത് ആളുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് നയിക്കേണ്ടുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിൽ ഒരു ഹിറ്റ്ലറെ പോലെ, ഒരു ഏകാധിപതിയെ പോലെ പോലീസ് സേനയിൽ തന്റെ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുമ്പോ അതിനൊത്ത വിധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെ, പാവപ്പെട്ട പോലീസുകാരെ പീഡിപ്പിക്കുന്ന പീഡന മുറകൾ ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്ദന ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.